നിരന്തരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും തടസ്സങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് ഉപാസിച്ചു വരുന്ന ഒരു രഹസ്യ മൂർത്തിയുണ്ട്, വനദുർഗ ദേവത. ആ ഒരു ദേവിയുടെ മന്ത്രത്തിന് മഹാലക്ഷ്മിയുടെ മന്ത്രം നമുക്ക് ജപിച്ചാൽ കിട്ടുന്നത്ര സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും തൊഴിലുയർച്ചയും അതുപോലെ തന്നെ കാമദേവൻ്റെ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് നിന്ന് കിട്ടുന്ന വശ്യശക്തിയും അതുപോലെ ഉഗ്രമൂർത്തികളുടെ ശത്രു ദോഷങ്ങളും ശത്രു സംഹാരത്തിനൊക്കെ ആയിട്ട് ഉഗ്രമൂർത്തികളെ ആരാധിക്കുന്ന അതേ ഫലം ഈ ഒരു ദേവി നൽകുന്നതായിരിക്കും. വനദുർഗ ദേവി, അതാണ് ഈ ഒരു ദേവിയുടെയും ഈ ഒരു മന്ത്രത്തിൻ്റെയും പ്രത്യേകത. നമുക്ക് സർവ്വ കാര്യങ്ങൾക്കായിട്ട് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട് ദേവിയെ ഉപാസിക്കാവുന്നതാണ്. 41 ദിവസം പുരുഷന്മാരും സ്ത്രീകളാണെങ്കിൽ 21 ദിവസവും ശുദ്ധിയോട് കൂടിയിട്ട് വൃത്തിയുള്ള സ്ഥലങ്ങളിലിരുന്ന് ഈ ഒരു മന്ത്രം 108 വീതം ജപിച്ച് ദേവിയോട് ആഗ്രഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര കഠിനകരമായിട്ടുള്ള ആഗ്രഹത്തിന് മേലും നമുക്ക് ഒരു വിജയം നേടിത്തരുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. എങ്ങനെയാണ് ആ മന്ത്രം ജപിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വാട്സപ്പിൽ നിങ്ങളുടെ വിവരങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് കഠിന വ്രതനിഷ്ഠകളുടെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ രാവിലെയാണ് ഈ ഒരു മന്ത്രജപത്തിനായിട്ട് സമയം തിരഞ്ഞെടുക്കേണ്ടത്. രാവിലെ സമയമില്ലാത്ത ആളുകൾക്ക് മാത്രം വൈകുന്നേരം ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. വൈകുന്നേരം ആണെങ്കിൽ പടിഞ്ഞാറും രാവിലെ ആണെങ്കിൽ കിഴക്ക് ദിശയിലേക്കും തിരിഞ്ഞിരുന്ന് വേണം ഈ ഒരു മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ദേവി ഭക്ത ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു മന്ത്രം കൂടിയാണ്. സർവകാര്യ വിജയമാണ് ഈ ഒരു ദേവിയുടെ മന്ത്രം നമുക്ക് ഉപയോഗിച്ചാൽ ലഭിക്കുന്നത്. ഈ ഒരു മന്ത്രം തന്നെ നമുക്ക് ജപിച്ചുകൊണ്ട് ഒരു ശത്രു അല്ലെങ്കിൽ നമുക്കൊരു കാര്യമോ നേടണമെങ്കിൽ ആ മന്ത്രാവസാനം ശത്രുവിൻ്റെ പേര് പറയുകയാണെങ്കിൽ ശത്രുവിന് നാശവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം, ഒരു ജോലിയാണെങ്കിൽ നമുക്ക് ആ ജോലിയിൽ ഒരു വിജയവും, അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗം സാധിച്ചു നൽകുവാൻ ശക്തിയുള്ള ഒരു ദേവതയാണ് വനദുർഗ. അപ്പോൾ ആ മന്ത്രം എങ്ങനെയാണ് ജപിക്കുന്നത് നമുക്ക് നോക്കാം. മന്ത്രം നന്നായി കാണാതെ പഠിച്ച ശേഷമാണ് ഈ ഒരു മന്ത്രം നമ്മൾ ജപിച്ചു തുടങ്ങേണ്ടത്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങാനായിട്ട് ഉപയോഗിക്കാം. മന്ത്രം ഒന്ന് പറയാം. ഓം ഹ്രീം ദും ജ്വാല ജ്വാല ധൂമ്രലോചിനി ചണ്ഡസംഹാരി ഐം ഹ്രീം ക്ലീം നമോ ഭഗവതി വനദുർഗായൈ ഓം ഫട്ട് സ്വാഹ. അപ്പോൾ ഈ ഒരു മന്ത്രം പഠിച്ച ശേഷം നമ്മൾ ജപിക്കുകയാണ് വേണ്ടത്, കാണാതെ. അതുപോലെ തന്നെ 41 ദിവസം പുരുഷന്മാരും സ്ത്രീകൾ 21 ദിവസവും കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മന്ത്രം തുടർന്ന് ജപിക്കാവുന്നതാണ്. അതിൻ്റെ ജപസംഖ്യ കുറയ്ക്കാൻ നിങ്ങളുടെ അനുഭവം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമായിട്ടും ഈ ഒരു മന്ത്രം ജപിച്ച് മുൻപോട്ട് പോകാവുന്നതാണ്. ഈ ഒരു മന്ത്രത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി.